നമസ്കാരം. കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെടലിന്റെ വക്കിൽ നിൽക്കുകയാണ് തിരുവനന്തപുരം എംപിയായ ശശി തരൂർ. ശശി തരൂരിന്റെ ഇനിയുള്ള രാഷ്ട്രീയ ഭാവി എന്ത്? വലിയ ചോദ്യമാണ് വരുന്നത്. തരൂരിനെ പുറത്താക്കിക്കൊണ്ട് ഒരു വീരപരിവേഷം കൊടുക്കണ്ട എന്ന് കോൺഗ്രസ് ഒന്നടങ്കം തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ തരൂരിനെതിരെയുള്ള പടയൊരുക്കം കോൺഗ്രസിൽ വലിയ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഇനിയും കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് മോദിയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട്, BJPയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് തരൂരിനെ സ്വതന്ത്രമായി വിടേണ്ടതില്ല എന്നാണ് വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ തരൂരിന് പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴി തുറക്കപ്പെടും. അത്തരമൊരു സാഹചര്യത്തിൽ തരൂർ എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കും? മുന്നോട്ടുള്ള രാഷ്ട്രീയ പ്രയാണം എങ്ങനെയായിരിക്കും? നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരമാണെങ്കിൽ തരൂർ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ വീണ്ടും ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി ഉദയം ചെയ്യുകയാണ്. സമാന ചിന്താധിക്കാരെയും ബുദ്ധിജീവികളെയും കോൺഗ്രസിനുള്ളിലെ അസംതൃപ്തരെയും എല്ലാം ചേർത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരൂർ മത്സരിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ തെളിഞ്ഞു കാണുന്നത്. തരൂരിനെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിക്കണമെന്ന് താല്പര്യമുള്ള വലിയൊരു വിഭാഗം കേരളത്തിലെ കോൺഗ്രസിലുണ്ട്. ഇനി കേരളത്തിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരണമെങ്കിൽ, കേരളത്തിൽ കോൺഗ്രസിന് CPM-നെ ഇടതുപക്ഷത്തെ മറികടന്ന് വിജയം നേടണമെങ്കിൽ തരൂരിനെ പോലെ ഒരു നേതാവ് മുന്നിൽ നിന്ന് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന 30% നേതാക്കന്മാരും പ്രവർത്തകരും കോൺഗ്രസിലുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഇപ്പോഴും തരൂരിനൊപ്പമാണ്. അല്ലാതെ രമേശ് ചെന്നിത്തലയോ VD സതീശനോ KC വേണുഗോപാലോ കണ്ടു പഴകിയ ഈ മുഖങ്ങൾ ഇനിയും കോൺഗ്രസിനെ നയിക്കാൻ വന്നാൽ കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്ന് ഇവർക്കെല്ലാം കൃത്യമായി അറിയാം. ഈ സാഹചര്യത്തിൽ ഇനി കോൺഗ്രസിനെ രക്ഷിക്കാൻ തരൂർ മാത്രമേ ഉള്ളൂ എന്ന് ആഗ്രഹിക്കുന്ന അത്തരം പുരോഗമന ചിന്താഗതിക്കാർ തരൂരിനൊപ്പം നിൽക്കും. തരൂർ കോൺഗ്രസ് വിട്ടിറങ്ങുകയാണെങ്കിൽ ഇവരെല്ലാവരും തരൂരിനൊപ്പം പോയില്ലെങ്കിൽ കൂടി ചെറിയൊരു വിഭാഗമെങ്കിലും തരൂരിനൊപ്പം പോകും. തരൂരിന്റെ പുതിയ പാർട്ടിയിൽ അവർ ചേരും. തരൂരിന്റെ പുതിയ പാർട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ആ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി എന്താകും? ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് കേരളത്തിൽ വിജയിക്കാനുള്ള എത്രമാത്രം ശക്തി തരൂരിനുണ്ട്? ചിലപ്പോൾ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ തരൂർ മത്സരിച്ചാൽ വിജയിച്ചേക്കാം. എന്നാൽ തരൂരിനൊപ്പമുള്ള മറ്റാര് മത്സരിച്ചാലും ചിലപ്പോൾ വിജയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവിടെയാണ് BJPയുടെ ഒരു നിലപാടിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. തരൂരിനെ കാലങ്ങളായി കോൺഗ്രസിൽ നിന്നും അടർത്തി BJPയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് BJPയുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. തരൂരിനെ BJPയിലേക്ക് എത്തിക്കുകയും തരൂരിനെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുക എന്നുള്ളത് കുറെ കാലമായി BJP നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ടയാണ്. അത് നടക്കാതെ വന്നപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരനെ പതിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ നിയമത്തെ മത്സരിപ്പിച്ച് ചന്ദ്രശേഖരനെ ഒരു മുൻനിരയിൽ നിർത്തിക്കൊണ്ടൊരു ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നൊരു ചിന്ത BJPക്ക് വന്നത്. പക്ഷെ തരൂർ വരികയാണെങ്കിൽ എന്തുകൊണ്ടും രാജീവ് ചന്ദ്രശേഖരനേക്കാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റുന്നയാൾ തരൂർ തന്നെ ആയിരിക്കുമെന്ന് BJPയിൽ ഒരു വിഭാഗം കരുതുന്നു. അതുകൊണ്ട് തന്നെ തരൂർ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി രൂപീകരിച്ച് വരികയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുമായി BJP സഹകരിക്കും. തരൂരിന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് അവർ മത്സരിക്കുന്ന ഇടങ്ങളിൽ പിന്തുണ നൽകും. BJP അവരുടെ പിന്തുണ തേടുകയും ചെയ്യും. ആ സമയത്ത് അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പിന്നാലെ BJPക്ക് കാര്യമായ സീറ്റുകൾ കിട്ടുന്ന സാഹചര്യത്തിൽ, തരൂരിനും ചില സീറ്റുകൾ കിട്ടുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് തരൂരിനെ BJPയിലേക്ക് ക്ഷണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇടത് വലത് മുന്നണികളെക്കാൾ തരൂരിന് ഏറ്റവും താല്പര്യമുള്ള BJP എന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനൊപ്പം തരൂർ പോവുകയാണെങ്കിൽ അത് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിനിടെ മറ്റൊരു സാഹചര്യം കൂടി ഉരുത്തിരിയുന്നുണ്ട്. BDJS എന്ന രാഷ്ട്രീയ പാർട്ടി NDAയിൽ നിന്ന് അടർന്നു മാറും. BDJS NDAയിൽ നിന്നും പുറത്തുപോകും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BDJS ഇടതുപക്ഷവുമായി ചേർന്ന് മത്സരിക്കാനുള്ള സാധ്യതയാണുള്ളത്. BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് LDF സീറ്റ് നൽകും. CPM മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിജയമുറപ്പുള്ള ഒരു സീറ്റ് നൽകും. അങ്ങനെ കഴിഞ്ഞ 8-10 വർഷക്കാലമായുള്ള ഒരു NDA ബാന്ധം അവസാനിപ്പിച്ചുകൊണ്ട് BDJS എന്ന പാർട്ടി അത് LDFനൊപ്പം ചേരും. അതേസമയം അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം ശശി തരൂരിന്റെ പാർട്ടിയും സ്വീകരിക്കുന്നതിലൂടെ BJPക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് നിലവിൽ കരുതപ്പെടേണ്ടത്.